ഉമർ ഖാലിദിന്റെയും ഷെർജിൽ ഇമാമിന്റെയും ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. സുപ്രീം കോടതിയാണ് വിധി പറയുന്നത്. 2020 ഡൽഹി ഭീകരാക്രമണ കേസിലാണ് വിധി. ഇവരോടൊപ്പം കൂടാതെ 4 പേരുടെയും ജാമ്യാപേക്ഷയിലും ഇന്ന് സുപ്രീം കോടതി വിധി പറയും. വിവരങ്ങൾ ഐസൻ ജോസ് നൽകും. ഐസൻ, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്? ജാമ്യം ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? അമൽ, തീർച്ചയായും ഈ വിഷയത്തിൽ ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചിരിക്കുന്നത്, അതായത് ജാമ്യാപേക്ഷ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. 2020 ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഷെർജിൽ ഇമാം, അതുപോലെ തന്നെ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവരുടെയും അതുപോലെ മറ്റ് 4 പേരുടെയും ജാമ്യാപേക്ഷ, അതായത് ഗുൽഷിഫ ഫാത്തിമ, മീരാൻ ഹൈദർ, ഷിഫ ഉർ റഹ്മാൻ, മുഹമ്മദ് സലീം ഖാൻ തുടങ്ങിയ 4 പേരുമായി ബന്ധപ്പെട്ട ഒരു വിധിയാണ്, ജാമ്യാപേക്ഷയിലെ വിധിയാണ് ഇപ്പോൾ വരാനിരിക്കുന്നത്. സുപ്രീം കോടതിയാണ് ജാമ്യാപേക്ഷയിലെ വിധി പ്രഖ്യാപിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഡൽഹി ഹൈക്കോടതിയിൽ ഇവർക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഒരു ഉത്തരവിട്ടിരുന്നു, ജാമ്യം നിഷേധിച്ചിരുന്നു. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ പരാതിയിലാണ്, അല്ലെങ്കിൽ ഹർജിയിലാണ്, ഈ അപ്പീലിലാണ് ഇപ്പോൾ വിധി പറയാനിരിക്കുന്നത് എന്നതാണ് ഏറ്റവും നിർണായകം. 2020 UAPA ഉൾപ്പെടെയുള്ള കേസുകൾ, വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അതീവ ഗൗരവതരമായൊരു സാഹചര്യം നിലനിൽക്കുന്നൊരു പശ്ചാത്തലമുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, മറ്റൊരു സുപ്രധാന വിഷയം ഇതിൽ ഉന്നയിക്കപ്പെട്ടത് ഇതിൻ്റെ കാലതാമസം തന്നെയാണ്. മാത്രമല്ല, ഇത്തരത്തിലുള്ളൊരു വലിയ കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ ഒരു 5 വർഷത്തോളം കസ്റ്റഡിയിൽ തുടരുന്നൊരു സാഹചര്യമുണ്ട് എന്നത് ചൂണ്ടിക്കാണിച്ച്, തുടർച്ചയായി ജയിലിൽ കഴിയുന്നൊരു സാഹചര്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമുഖമായി ഉന്നയിക്കുന്നത്. അത് തീർച്ചയായും ഏതെങ്കിലും സാഹചര്യവശാൽ ഇവരെ ശിക്ഷ നൽകുന്നതിൽ നിന്ന് 5 വർഷം ശിക്ഷയിൽ കുറവാണ് ശിക്ഷ നൽകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് വിടുതലുണ്ടാവുകയാണെങ്കിൽ ഇനിയും ജയിലിൽ കിടക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ അതൊരു തെറ്റായ കീഴ്വഴക്കമാകുമെന്ന കൃത്യമായൊരു നിയമപ്രശ്നം അവിടെ ഉന്നയിക്കുന്നുണ്ട്. എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ UAPA പോലുള്ള അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ, അല്ലെങ്കിൽ അതീവ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തപ്പെട്ടിരിക്കുന്ന ഒരു കേസിൽ ഏത് രീതിയിലാണ് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തുക എന്നത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ശക്തമായ വാദപ്രതിവാദങ്ങൾ ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ വാദവേളയിൽ നടന്നിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിധി ഇന്ന് പറയാനിരിക്കുന്നുവെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അമൽ.